ബോസ് മലയാളം സീസൺ 7-ലെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജിസേൽ. ജിസേലിന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പരിക്കു പറ്റിയതിൻ്റെ പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. കയ്യിൽ 10ഓളം സ്റ്റിച്ചുകളുമായിട്ടായിരുന്നു ജിസേൽ മറ്റുള്ള ടാസ്കുകളിലും ഹൗസിലെ മറ്റുള്ള ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ബിഗ് ബോസിലെ തൊപ്പിപ്പറിക്കൽ ടാസ്കിനിടയിലായിരുന്നു ജിസേലിന് പരിക്കു പറ്റിയിരുന്നത്. ടാസ്കിനിടയിൽ ജിസേലിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയും കയ്യിൽ സ്റ്റിച്ചിടുകയുമായിരുന്നു ചെയ്തത്. അതിനുശേഷം ജിസേൽ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കുകയോ വയ്യാത്ത പോലെ നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ വയ്യാത്ത കൈകൾ വെച്ചുകൊണ്ടായിരുന്നു ജിസേൽ അടുക്കളയിലെ മറ്റു ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. മറ്റുള്ള ഹൗസ്മേറ്റ്സിനെല്ലാം ചെറിയൊരു പോറലോ വേദനയോ വന്നു കഴിഞ്ഞാൽ അവർ ഒരു സൈഡിൽ കിടക്കുന്നതാണ് കാണാറുള്ളത്. എന്നാൽ ജിസേലിനെ നമ്മൾ അതുപോലെ കാണാറില്ല. ജിസേലിൻ്റെ എവിക്ഷന് ശേഷം ഒരുപാട് ആളുകൾ പറഞ്ഞു അത് ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. ജിസേൽ നല്ലൊരു ഗെയിമറാണെന്ന്. ആര്യനുമായുള്ള കൂട്ടുകെട്ട് കുറച്ച് ഒരു മൈനസ് പോയിന്റ് ആണെങ്കിലും ജിസേൽ മറ്റുള്ളവരെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. കയ്യിൽ ഇത്രയും സ്റ്റിച്ചുണ്ടായിട്ട് മറ്റുള്ളവർക്ക് ആലു പൊറാട്ടയും മറ്റു ഭക്ഷണങ്ങളും ഉണ്ടാക്കിക്കൊടുത്ത ജിസേലിനെ എല്ലാവരും ഹ്യൂമാനിറ്റിൻ്റെ പേര് പറഞ്ഞ് കളിയാക്കിയിട്ടേ ഉള്ളൂ. ജിസേലിൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു ആര്യൻ. ജിസേലിന് വയ്യാത്തത് കൊണ്ട് തന്നെ ജിസേലിൻ്റെ വസ്ത്രങ്ങളെല്ലാം ആര്യൻ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലും ഹൗസിനുള്ളിൽ ചർച്ചാവിഷയമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ ജിസേലിനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ ഒരു കാരണവശാലും നനയ്ക്കരുത് എന്ന്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആര്യൻ തന്നോട് ഹ്യൂമാനിറ്റി കാണിച്ചത്. എന്നാൽ മഞ്ഞക്കണ്ണിലൂടെ കാണുന്നവർക്ക് എല്ലാം മഞ്ഞയായി തോന്നുന്നത് പോലെ ജിസേലിനോട് ആര്യൻ കാണിക്കുന്ന പല കാര്യങ്ങളും അവിടെ നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. ജിസേൽ ഒരു നാടൻ പെൺകുട്ടിയല്ല, ഒരു മോഡേൺ വ്യക്തിയായതുകൊണ്ട് തന്നെ ആൺകുട്ടികളുമായി കുറച്ചെല്ലാം മറ്റുള്ളവരെക്കാളും ക്ലോസ് ആണ്. അതാണ് ഇത് കാണുന്ന പ്രേക്ഷകർക്കും വീട്ടിലുള്ളവർക്കും ദഹിക്കാതെ പോകുന്നത്. സത്യം പറയാലോ, ബി ഡാൻസ് മാരത്തോൺ ടാസ്ക് വന്നപ്പോൾ ശരിക്കും ജിസേലിനെ നന്നായി മിസ് ചെയ്തു. ജിസേലിനെ ഇതുപോലെ ഒരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ജിസേൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ശരിക്കും ജിസേൽ ഒരു നല്ല മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.